ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മൂന്നാറിന്റെ സ്വർഗമായ പറക്കാട് റിസോർട്ടിലേക്കാണ്. ചെന്നപാടെ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് റൂമൊക്കെ നോക്കിയതാ. പുറത്ത് പോയി റിലാക്സ് ആയിട്ട് നമ്മൾ നേരെ റൂമിലേക്ക്. റൂം കയറിയ പാടെ തന്നെ സൽമാന്റെ കൺട്രോളൊക്കെ പാടെ എടുക്കോ പോയി. ഹജ്ജ് പെരുന്നാൾ വന്ന പൊലിവ. ഇതാണ് നമ്മളെ റൂം. ഇതേ നമുക്ക് മാത്രമുള്ള പ്രൈവറ്റ് പൂള്. സ്വന്തമായിട്ട് സ്വിമ്മിംഗ് പൂളുള്ള റൂമിൽ ആദ്യമായിട്ട് നിൽക്കുന്നതിനെ പൊലിവാണ്ടോളൂ ഈ കാണുന്നത്. അയ്യേ, ഈ വൃത്തിട്ട് സാധനത്തിന് പഠിക്കാൻ എന്നെ കിട്ടുന്നു. അതിനല്ല 130 കിലോത്തിനോട് വെള്ളത്തേക്ക് ചാടാൻ. ഉണ്ടപ്പായുടെ ചാട്ടം കഴിഞ്ഞപ്പോഴേക്കും പകുതി വെള്ളം റൂമിന്റെ ഉള്ളിൽ എത്തിക്കണു. ഞങ്ങളുടെ നീരാട്ട് കഴിഞ്ഞതിന് ശേഷം 4 മോതിരം ഇട്ടിട്ട് ആശ റൂമിന്റെ പുറത്തേക്ക് ഒരു അടി വെച്ചത്. അങ്ങനെ അവന്റെ വാശി വിജയിച്ചു. ഞങ്ങൾ നേരെ ക്യാമ്പ് ഫയറിന് പോയി. 3 നേരത്തെ ഫുഡും ബൊഫെ പരിപാടി ആയത് കാരണം കൊണ്ട് ഏത് കഴിക്കുന്നുള്ള ആശങ്കയിലാണ് ഞങ്ങള്. അയ്യോ, എന്തോരം ഭക്ഷണം. എല്ലാം കുറച്ചെടുത്ത് തിന്ന് തീർത്തപ്പോഴേക്കും സൽമാൻ ഓർഡർ ചെയ്ത ലൈവായി ചുട്ട ദോശ ഞങ്ങളെ ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങളുടെ ടേബിളിന്റെ പുറത്തേക്ക്. അടിപൊളി ഒരു പുഡിങ്ങിന്റെ കൂടെ ഐസ്ക്രീമും കൂട്ടി കഴിച്ച് മൂന്നാറിലെ നല്ല ലൈറ്റ് വ്യൂവും കണ്ടിട്ട് നമുക്ക് രാവിലെ കാണാം. ആ വരുന്നത് ഞങ്ങളെ ട്രക്കിങ്ങിന് കൊണ്ടുള്ള ജീപ്പാണ് കേട്ടോ. ഇനി കുറച്ച് അഡ്വഞ്ചർ ആവാം. നല്ല കിടിലം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ആംബിയൻസ് ആണ് ടോളി. നിക്കറിയില്ല ടോളി ഇവര് രണ്ടാളും പടം അവിടെ എന്താ തിരിയുന്നത് എന്ന്. ഞാൻ പോകുന്നു. ഇവര് രണ്ടാളും ഈ ഇരുത്തരിക്കണതിന് ഒരു കാരണം ഉണ്ട് ടോളി. ഫ്ലാഷ് ബാക്ക്. ഇനി ഉണ്ടപ്പായുടെ ഊഴം. 120 होता मुश्किल है, 130 होता ज्यादा. 130 പോവില്ല, 120 ഒക്കെയാണ്. ഇനി നമുക്കൊരു കുതിര സവാരി ആവാം. ദൈവമേ, ഈ വണ്ടിക്ക് ഡ്രൈവർ ഇല്ലേ? അയ്യോ, ഇതിന് എഞ്ചിനും ഇല്ലേ? ഇല്ല, ബോഡി മാത്രമേ ഉള്ളൂ. അള്ളാനെ കുറിച്ചുണ്ട്. ഇവനിക്ക് എന്താ ആനയുടെ മൂട്ടിലും താഴെ ഇത്ര താല്പര്യം എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല. ഇത് ഇവരുടെ മറ്റൊരു റൂമാണ് കേട്ടോ, അതും കേവിനകത്ത്. കിടിലൻ ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ റൂം എടുക്കുക. AC ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ശരിക്കും ഒരു AC ആവശ്യമില്ല. ഇതും കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാന്ന് വിചാരിച്ചപ്പോൾ ഇതൊന്നും ഇറങ്ങാനും തോന്നുന്നില്ല. ഓരോ ഗ്ലാസ് ജ്യൂസും കുടിച്ച് രാവിലത്തെ നെമ്നം അടിക്കാനുള്ള പ്ലാനിലാണ്. ബൊഫേ പരിപാടി ആണെങ്കിലും വെറൈറ്റിക്ക് ഒരു കുറവുമില്ല. പകുതിയുടെ പകുതി വയസ്സുള്ള കുട്ടികളൊപ്പം ഇരുന്നിട്ട് മുതുക്കളവന്മാരുടെ ക്യാരം ബോർഡ് കളി. പോവാണ്. പോണ്ടാന്നോ? ഇത് കണ്ടില്ല, അണ്ടി പോയ അണ്ണാന്റെ പോലെ ഒരാളിരിക്കണ്. ഇവിടുന്ന് പോകാൻ തീരെ താല്പര്യമല്ല. ഫാമിലിക്കാണെങ്കിലും കപ്പിൾസിനാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന റിസോർട്ടാണ് ടോളി നമ്മുടെ പറക്കാട് റിസോർട്ട്. അപ്പൊ എല്ലാവരോടും യാത്ര പറഞ്ഞ് മനസ്സിലാ മനസ്സോടെ ഞങ്ങൾ ഇറങ്ങാണ്.